ഹായ് അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് നമ്മളൊരു മുട്ട ബിരിയാണി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മുട്ട നമുക്ക് ആദ്യം ബോയിൽ ചെയ്യാനായിട്ട് ഇടാം. നമുക്കിതിലോട്ടുള്ള സവാള ആദ്യം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ മല്ലിയില, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഗ്രീൻ ചില്ലി, ടൊമാറ്റോ, ഒനിയനൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള നന്നായിട്ട് വാടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് ഗ്രീൻ ചില്ലി, ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മസാല ഒന്നും കൂടി ആയി വരട്ടെ. അപ്പോൾ ആ ടൈം കൊണ്ട് നമുക്ക് റൈസിനുള്ള വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് അരി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മസാലയിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പുഴുങ്ങി വെച്ച മുട്ട ഓരോന്നോരോന്നായിട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം മുട്ട നമ്മൾ ജസ്റ്റ് ഒന്ന് വരഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ മുട്ടയും നമ്മൾ ഇതുപോലെ നന്നായിട്ട് വരഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. ഇനി മസാലയും മുട്ടയും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിലോട്ട് നമുക്ക് കുറച്ച് പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് അപ്പോൾ നമ്മുടെ മസാല ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസും മസാലയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് യെല്ലോ കളറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ റൈസ് ദമ്മിലിട്ടേക്കാണ്. നമുക്ക് മുകളിൽ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. കുറച്ച് പെപ്പർ പൗഡറും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഹാഫ് അവർ റൈസ് ദമ്മിലൊന്ന് കിടക്കട്ടെ. അപ്പോൾ നമ്മുടെ മുട്ട ബിരിയാണി ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് മുട്ട ബിരിയാണി ഉണ്ടാക്കുന്നതെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിയേക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്.